അങ്ങനെ നമ്മൾ 2-3 ദിവസം മഴയൊക്കെ ആയിരുന്നു. ഇപ്പോഴും മഴയാണ് പുറത്ത്. അത് കാരണം നാളെ കോളേജില്ല. ഇന്നലെ ആയിരുന്നു, നാളെയില്ല. സോ പെട്ടെന്ന് തന്നെ ഒരു വീഡിയോ എടുക്കാൻ വിചാരിച്ചു. കാരണം ഞാൻ പുതിയ ലാപ്പ് എടുത്തു. കുറേ വർഷത്തെ ആഗ്രഹമാണ് സ്വന്തമായിട്ട് ലാപ്പ്. കാരണം ഞാൻ മിക്കതും ചെയ്തുകൊണ്ടിരുന്ന ചേട്ടൻ ലാപ്പിലായിരുന്നു. ഇപ്പോൾ ഞാൻ വീഡിയോ എഡിറ്റിംഗ് ആണെങ്കിലും മിക്കതും ചെയ്ത് അതിലായിരുന്നു. സോ ഇനി നമുക്ക് സ്വന്തമായിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാം. എല്ലാം ഇതിലോട്ട് മാറ്റി. സോ കിട്ടിയപ്പോൾ തന്നെ ഞാൻ 512 സ്റ്റോറേജ് എടുത്തത്. 512 പകുതിയാക്കി. പിന്നെ ഒരു ഇതാണ് HDD ഹാർഡ് ഡിസ്ക് ഡ്രൈവ്. സോ ഇത് SSD പോലെ തന്നെയാണ്, പക്ഷേ ഇച്ചിരി സ്ലോയാണ്. ബട്ട് നമുക്ക് ഫോണിലുള്ള സ്റ്റോറേജും ഇതിലുള്ള സ്റ്റോറേജ് എല്ലാം അങ്ങോട്ട് മാറ്റാം, ഫോട്ടോസൊക്കെ അങ്ങോട്ട് വരാം. സോ അതൊരു നല്ല പ്ലസ്സാണ്. പിന്നെ അപ്പോൾ ഇതിൻ്റെ അകത്ത് 2 GB അപ്പം സ്റ്റോറേജ് പേടിക്കാനുള്ള കാര്യമില്ല. പിന്നെ ഞാൻ പറയാൻ വരുന്നതെന്ന് വെച്ചാൽ ഈ ലാപ്പിനെ പറ്റി. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ ലാപ്പ് HP വിക്ടേഴ്സ് 3050 6GB ഗ്രാഫിക്സ് കാർഡും ഉണ്ട്. സോ ഡേ ടു ഡേ ഇതെല്ലാം നടക്കും. മിക്കവരും പറയും 3050 അത്ര പോരാ, ഞാനത്ര ഗെയിമൊന്നും കളിക്കുന്നില്ല, അത് വേറെ കാര്യം. സോ എനിക്കിത് ധാരാളമാണ്. പിന്നെ വീഡിയോ എഡിറ്റിങ്ങിനാണെങ്കിലും കുഴപ്പമില്ല. ഞാൻ ഡാവിഞ്ചി റിസോൾവിലായിട്ട് ചെയ്യുന്നത്. ഡാവിഞ്ചി റിസോൾവില്ലാത്ത കുഴപ്പമില്ല പോകുന്നുണ്ട്. സോ അത്രയ്ക്ക് ഇതൊന്നും വരത്തില്ല. പിന്നെ Ryzen 7 സീരീസാണ് പിന്നുള്ളതെന്ന് വെച്ചാൽ. പിന്നെ സാധാ ലാപ്പുകൾ തന്നെ. പക്ഷേ ഇപ്പം ലാപ്പിനെ വെച്ച് പ്രൈസ് ഉള്ള കാരണം ഇത് അത്ര വെറുത്താന്ന് ഞാൻ പറയത്തില്ല. ഇതൊരു 6 മാസം എടുക്കുകയാണെങ്കിൽ 70-65 ആ റേഞ്ച് കിട്ടിയാൽ. ബട്ട് എന്താ ചെയ്യാൻ, എടുത്തപ്പോൾ വൈകിപ്പോയി. ബട്ട് എടുത്തല്ലോ, അത് തന്നെ വലിയ കാര്യം. സോ ഈ ലാപ്പിനകത്ത് ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഡാവിഞ്ചി കയറ്റി, പിന്നെ ഡാവിഞ്ചി കയറ്റി, ക്യാപ്കട്ട് കയറ്റി. പിന്നെ ഗെയിം ഞാൻ കയറ്റാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഗെയിം ഡൗൺലോഡ് ആക്കിയിട്ട് ഈ HDയിലോട്ട് മാറ്റാം. നമ്മൾ സ്റ്റോറേജ് അധികം പോകത്തില്ല. പിന്നെ ഇടയ്ക്ക് കളിക്കുന്നല്ലേ ഉള്ളൂ. സോ അപ്പം അത്ര പ്രശ്നം വരില്ല. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ പൈസ ഉണ്ടാക്കാൻ. സോ ഇപ്പം ഇത് കിട്ടിയ കാരണം എഡിറ്റിങ് പക്കാവെന്ന് വെച്ചാൽ ഞാൻ മിക്കതും ഫോണിൽ എഡിറ്റ് ചെയ്യുന്നതാണ്. മിക്കതിനും വോയിസ് ഒന്നും ഇല്ലാത്ത. കാരണം ക്യാപ്കട്ട് അടിച്ച് ഇറക്കിയിടുമ്പം എക്സ്പോർട്ട് ചെയ്യുമ്പം കുറേ എററൊക്കെ ഉണ്ടാവും. അത് യൂട്യൂബ് ഇടുമ്പോഴായിരിക്കും കാണുന്നത്. പിന്നെ അത് ഭയങ്കര ചടങ്ങാവും. സോ ഇനി തൊട്ടെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഡാമേജ് കിട്ടുന്നു, എഡിറ്റ് ചെയ്യുന്നു, ഇതിൻ്റെ അകത്ത് തന്നെ ഇടുന്നു. സോ സ്പേസും കിട്ടും, എഡിറ്റിങ് പെട്ടെന്ന് നടക്കുകയും ചെയ്യും. അതൊരു പ്ലസ് പോയിൻ്റാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് യൂട്യൂബ് ഡെയിലി പോകും. സോ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് മാത്രം ഫോണിൽ, അതൊരു എളുപ്പ വഴിയാണ്. പിന്നുള്ളതെന്ന് വെച്ചാൽ, ഞാൻ ഇതിൻ്റെ അകത്ത് നോഷൻ, ഗൂഗിൾ കലണ്ടർ, ഇത് രണ്ടും കുറേ പേർക്ക് അറിയത്തില്ലായിരിക്കും ഇതുകൊണ്ട് എന്താ കാര്യം എന്ന്. ഗൂഗിൾ കലണ്ടർ എന്ന് വെച്ചാൽ ചുമ്മാ കലണ്ടർ പോലെയാണ്. പക്ഷെ അങ്ങനല്ല. ഇത് രണ്ടും നമുക്ക് ഉപയോഗിച്ച് നമ്മുടെ പ്രൊഡക്ടിവിറ്റി മാക്സിമം ആക്കാൻ പറ്റും. സോ ഇത് രണ്ടും ഇതിനകത്തെനിക്ക് നോഷൻ ഷെയർ ചെയ്യാം, ഗൂഗിൾ കലണ്ടറും ഷെയർ ചെയ്യാം. സോ ഇത് രണ്ടും ഇച്ചിരി പഠിച്ചിട്ട് അത് വെച്ചിട്ട് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ, എന്ന് വെച്ചാൽ നോഷൻ ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിലല്ല ഉണ്ടാക്കുന്ന കാര്യമൊക്കെ ഞാൻ പറയാം. സോ അത് വെച്ചിട്ട് അത് ഓൺലൈനായിട്ട് വിൽക്കുന്ന ഇതുണ്ട്. നമുക്ക് ഫൈബർ അങ്ങനത്തെ ഇതിലൊക്കെ പോയിട്ട് വിൽക്കാം. സോ അതൊരു നല്ല പൈസ ഏണിങ് ഇതാണെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. സോ അതും ട്രൈ ചെയ്യണം. പിന്നെ ഞാൻ പണ്ട് ചെയ്യുന്നൊരു കാര്യമായിരുന്നു ബ്ലെൻഡർ. പണ്ട് ഈ GPU പോലും ഇല്ലാത്ത കമ്പ്യൂട്ടറിനകത്ത് ഞാൻ ബ്ലെൻഡർ ഡൗൺലോഡ് ആക്കി കുറേ കാര്യം ചെയ്തിട്ടുണ്ട്. സ്റ്റക്ക് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം സ്റ്റക്കായിരുന്നു. സോ ഈ ബ്ലെൻഡർ ഇതിൻ്റെ അകത്ത് ഞാൻ കേട്ടിട്ടുണ്ട്. സോ പതിയെ അതും കൂടെ ഈ 3D സ്റ്റഫൊക്കെ ഇല്ലേ, 3D ആനിമേഷൻ നോക്കുന്നത്, 3D മോഡലിംഗ് വെച്ചിട്ട് അത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. സോ അതും നോക്കുന്നുണ്ട്. സോ ഈ 3 കാര്യങ്ങളാണ് ഞാൻ നോക്കുന്നത് ഈ ലാപ്പിൽ ചെയ്യാൻ വേണ്ടി. പിന്നെ പഠിക്കുന്ന കാര്യം അത് വേറെ കാര്യം, അതൊക്കെ അതിൻ്റെ നടന്നോളും. പിന്നെ ഇത്ര കാര്യം ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ ലാപ്പ് എടുത്തത് തന്നെ. പിന്നുള്ളതെന്ന് വെച്ചാൽ, എനിക്ക് പറയാമെന്ന് വെച്ചാൽ, നിങ്ങൾ ലാപ്പ് എടുക്കാൻ പോകുമ്പോൾ നിങ്ങൾ അത്യാവശ്യം എന്തൊക്കെ യൂസ് ചെയ്യുമെന്ന് വെച്ചിട്ട് വേണം എടുക്കാൻ. സോ ഞാൻ പറയുവാണെങ്കിൽ Ryzen 7 അല്ലെങ്കിൽ Intel 7, പിന്നെ 3050 6GB 8GB അല്ലെങ്കിൽ 4050 6GB ഇത്രയും വേണം. പിന്നെ സ്റ്റോറേജ് 1TB or 512. സോ ഇത്ര എടുക്കുക. അല്ലെങ്കിൽ മിക്കവരും ഇപ്പോൾ പോയിട്ട് മാക്ബുക്ക് നിയോ എടുക്കും. മാക്ബുക്ക് നിയോ എന്ന് വെച്ചാൽ നിങ്ങളുടെ ഐഫോൺ ആണെങ്കിൽ കുഴപ്പമില്ല. കാരണം മാക്ബുക്ക് നിയോ നിങ്ങൾക്കും ഐഫോണും പെട്ടെന്ന് കണക്റ്റാവും, എക്കോസിസ്റ്റം കൃത്യമാവും. ബട്ട് എൻ്റെ കയ്യിൽ വെച്ചാൽ ആൻഡ്രോയിഡ്. പിന്നെ ഈ മാക്ബുക്ക് നിയോയ്ക്ക് എന്ന് വെച്ചാൽ അത്ര സ്റ്റോറേജും ഇല്ല, സ്റ്റോറേജുള്ള പൈസ ഉള്ള. പിന്നെ ഈ നമ്മളെ ക്രാക്ക്ഡ് ഇതൊന്നും കയറ്റാൻ പറ്റില്ല, അത് വേറെ കാര്യം. അത്രയ്ക്ക് ഇതിൻ്റെ അത്ര പോലും ഇത് വരത്തില്ല. പക്ഷേ ബാറ്ററി ഇതൊക്കെ കാണും, പിന്നെ കാണാൻ നല്ല
അത്രേ ഉള്ളൂ അതിൻ്റെ ഇത്. പിന്നെ ഇനി എനിക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് സൈഡിലോട്ട് വെച്ചിട്ട് ഇവിടെ ആയിട്ടൊരു മോണിറ്റർ, ഇത് ഈ സൈസിൽ വരുന്നൊരു മോണിറ്റർ, അതാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ ഇപ്പം ഇത്ര തന്നെ മേടിച്ചപ്പോൾ പൈസ പോയില്ലേ കുറേ. സോ അത് പതുക്കെ നമ്മളെ പൈസ തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. സോ അതിനായിട്ട് നിങ്ങൾ ഒരു സഹായം വേണം, അതാണ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. സോ ഇത്രയും കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോ എന്താവണം, ലാപ്പിൽ എന്ത് ചെയ്യണം. സോ ടാറ്റാ.